നല്ല കടലുണ്ട്. നമുക്ക് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കിയാലോ, അതും കുറുകിയ ചാറോട് കൂടി. അപ്പോൾ അതിനായിട്ട് കടലയിൽ ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് ഒരു ബേ ലീഫ്, 3 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, 2 തക്കാളി, ഒരു വലിയൊരു സവാള, ഒരു ചെറിയൊരു പൊട്ടറ്റോ, ഇതെല്ലാം കൂടിയിട്ട് വേവിക്കാനായിട്ട് വെക്കട്ടോ. അപ്പോൾ ഒരു 2 പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഇതുപോലെ ഈ ഒരു കുക്കറിലോട്ട് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചില്ലായിരിക്കും കുഴപ്പമില്ല. ഇനി നമുക്ക് കുക്കറിൽ ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്ത് കഴിഞ്ഞാൽ കിഴങ്ങ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഉടച്ചിട്ട് കൊടുക്കാം. മറ്റുള്ളത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഈ സമയത്താണ് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി ഇത് തിളപ്പിച്ചെടുക്കുക. നമ്മൾ നേരത്തെ അരച്ചെടുത്ത കൂട്ട് ഇതിലോട്ട് ഒഴിച്ച് വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നല്ല രീതിയിൽ തിള വരുമ്പോൾ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളും നന്നായിട്ട് കുറുക്കിയെടുത്താൽ സംഭവം സെറ്റായി. ഇതിലോട്ടായിട്ടൊരു താളിപ്പ് വേണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുകും വെളുത്തുള്ളിയും കുറച്ച് കസൂരി മേത്തിയും കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഇതുപോലെ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്താൽ സംഭവം സെറ്റായി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും നെയ്ച്ചോറിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പിക്ക് ചാനൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ.